ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ പോയി വന്നൊരു പ്രാവിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ആ പ്രാവ് നിലവിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറത്താൻ വേണ്ടി വിട്ട് പ്രാവ് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ, പഴയമാതിരി തന്നെ കളിക്കുകയാണ്. ഇവിടെ ഉള്ളൊരു പാടമുണ്ട്, അമ്പലപ്രാവിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി അവിടുന്ന് തിന്ന് പോവാണ് കേട്ടോ. അപ്പം നെല്ല് കൊയ്തുകൊണ്ട് അത്യാവശ്യം ഫുഡ് അവിടുന്ന് കിട്ടുന്നതുകൊണ്ട് പ്രാവ് ഇങ്ങോട്ട് ഇറങ്ങി തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് പണി പറഞ്ഞാൽ ആ പ്രാവിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് നമുക്ക് കയ്യിലാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനൊരു വല കെട്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ തോതിലുള്ള ട്രാപ്പ് ചെയ്ത് പിടിക്കാനുള്ള പരിപാടിയാണ്. നോക്കുക കിട്ടുമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളെ പ്രാവ് ഇതാട്ടെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം പ്രാവുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അവിടെ പോയിട്ട് ആട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ പ്രാവ് പറക്കണമെന്നാൽ ഇതാണ് കേട്ടോ, ഈ മേലത്താണ് നമ്മളെ പ്രാവ്. അടിയിൽ വെള്ളപ്രാവ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ആട്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പും കാര്യമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പ്രാവിനെ ഇങ്ങോട്ട് വരുത്താനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഹെൽപ്പറായിട്ട് വന്നത് നമ്മളെ മോളാണ് ഐഫേനെ. അപ്പോൾ നമ്മൾ തലവെട്ട് ഒടിഞ്ഞ 2 പ്രാവിന് നമ്മൾ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ പ്രാവിനെ കണ്ടാലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം, ഇവിടെ അങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് എന്നിട്ട് പ്രാവുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറക്കുന്നുണ്ട്. അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്രാവ്. അപ്പോൾ അവിടെ മോളോണ്ട് പോയിട്ട് അവിടെ പോയി ആട്ടാൻ പറഞ്ഞാണ്. അവിടെ നിന്ന് ആട്ടിയിട്ട് പ്രാവ് ഇവിടെ വന്ന് ഇറങ്ങും. നമ്മളിവിടെ ഈ പ്രാവിനെ ഇട്ട് കൊടുക്കും കേട്ടോ. നോക്കി നോക്കാൻ എന്താവും എന്നുള്ളത്. നമ്മളിതാ കൂട് ക്ലീൻ ചെയ്ത് ഫുഡാണ് കേട്ടോ ഇവർക്ക് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിതറി കൊടുത്ത് പ്രാവ് ഇങ്ങനെ തിന്ന് വരുമ്പോൾ ഒറ്റ വലിയ കളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്താവുന്നതെന്ന് അറിയില്ല, ജസ്റ്റ് കിട്ടിയാലേ വെച്ചാൽ ആ പ്രാവ് നമ്മൾ ടൂർണമെൻറ്റ് കൂട്ടുന്ന സമയത്തൊക്കെ നമുക്ക് പാരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പിടിക്കുന്നത്. അല്ലെങ്കിൽ പ്രാവ് പോയിക്കോട്ടെ എന്നുള്ളവർക്ക് നമ്മൾ നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാട്ടെ നമ്മളിതാ ഇവിടെ ഒരു വായൻ്റെ ചെരുവിൽ നിൽക്കുകയാണ്. നമ്മളെ പ്രാവ് ഇതാട്ടോ അതിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ 2 പ്രാവിനെ നിർത്തിന് മകൾ അവിടെ പോയി നിൽക്കുന്നു കേട്ടോ. അവിടെ ഇറങ്ങാതെ നിൽക്കാൻ അമ്മ പ്ലാനിഡ് പരിപാടിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കാം എന്താവുന്നത്. നമ്മളിതാ പ്രാവിനെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് പാറി കളിക്കുന്നുള്ളൂ പ്രാവുകൾ. ഇതുണ്ടല്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പം അവിടെ മോള് നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവില്ല. അപ്പം ഞാൻ അഥവാ അവിടെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് ആട്ടാനുള്ള പരിപാടി നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ പ്രാവിനെ കാണുമ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആശാദാട്ടോ ഇവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മളെ ട്രാപ്പിൻ്റെ അടുത്തല്ല, കുറച്ച് അപ്പുറത്ത് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രാവിനെ കണ്ടാൽ ചിലപ്പോൾ ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആശാൻ ഇതാട്ടോ പറക്കണേ കണ്ടല്ലേ. അപ്പോൾ അവിടെ തന്നെ പോയി ഇറങ്ങുന്ന തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മൾ ട്രാപ്പിൻ്റെ അടുത്ത് വന്നാൽ എന്തായാലും ഈ പ്രാവളെ കാണുമ്പോൾ കുറുകിയിട്ട് ആ ട്രാപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാട്ടോ പറക്കുന്നേ താന്ന് വന്നിരുന്നു. നമ്മളെ പ്രാവിൻ്റെ അടുത്തിട്ട് എത്തിയിരുന്നു. പിന്നെ വീണ്ടും മുപ്പരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ടാമത് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഓക്കെ, ഇപ്പം അവിടെ തന്നെ ഇറങ്ങാൻ ചാൻസ്, അവിടെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഇറങ്ങാനാണ് ചാൻസ് അല്ലേ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ആട്ട് തന്നെ വേണ്ടി വരും. ഓക്കെ, ഞാനാ പോയി ആട്ടട്ടെ. നമ്മൾ ആൾക്കാർ ഇതാട്ടോ അടുത്ത് വന്നിട്ടുണ്ട് വീണ്ടും. പക്ഷേ അപ്പുറത്തൊരു പാടുണ്ട്, അവിടെ പോയിട്ടാണ് ഇവർ ഇറങ്ങുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടി പോയോക്കട്ടെ, ഇങ്ങോട്ട് തന്നെ ആക്കാനുള്ള പരിപാടി ആക്കണം. അപ്പോൾ കേട്ടോ വീണ്ടും ഇവിടെ അടുത്തേക്ക് ചുറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രാവളെ വലിയ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഒരു അമ്പലപ്രാവിൻ്റെ കളറുള്ള പ്രാവിനെ ഇടേണ്ടി വരും തോന്നുന്നു. എന്നാലേ കറക്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങുള്ളൂ തോന്നുന്നു. എന്തായാലും പ്രാവൾ നമ്മളവിടെ കുത്തിപ്പെറുക്കി തിന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ പ്രാവ് ഞാൻ കാണിച്ചറേ. നമ്മളെ പ്രാവ് ഇവിടുന്ന് പോയിട്ടോ, എങ്ങോട്ടാണ് പോയറിയില്ല. പക്ഷേ അമ്പലപ്രാവൾ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾ കൂട്ടത്തിൽ വരുന്ന പ്രതീക്ഷിക്കാം നമുക്ക്. കേട്ടോ അമ്പലപ്രാവ് ഒന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അടുത്തേക്ക്. ഓക്കെ, നമ്മളെ കണ്ടിട്ടാണ് കേട്ടോ പ്രാവ് ഇവിടുന്ന് വേഗം വലിയനെ. അപ്പോൾ ഞാൻ കുറച്ച് ദൂരത്തേക്ക് നിൽക്കായിരിക്കും നന്നാവുക. പ്രാവ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നോക്കി എന്താ സ്ഥിതി. ഞാനിവിടെ ഈ വായൻ്റെ മറുവിൽ ഒളിച്ചിക്കട്ടെ, എന്നിട്ട് എന്താ ചെയ്യാൻ നോക്കട്ടെ. വരുന്നുണ്ട് ഇനിയിപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ലോങ് ഇങ്ങോട്ട് പോന്നിട്ടോ, ഒരു കയറ് ലെങ്ത്ത് കൂട്ടിയിട്ട്. അപ്പോൾ പ്രാവളി വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും. ഇനി എന്താ പോക്ക്. ഓക്കെ, മകൾ തട്ടവിടെ നിൽക്കുന്നുണ്ട് ഷെറായി. ഓക്കെ,
അവരവിടെ നിർത്തിയാൽ ഈ പ്രാവ് അങ്ങോട്ട് പോയി ഇറങ്ങാതെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതാട്ടെ നമ്മളെ പ്രാവുകൾ ഇവിടെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി തന്നുണ്ട്. പ്രാവ് ഇപ്പോൾ വീണ്ടും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പുറത്തെ പാടത്താണെങ്കിലും നമ്മൾ അനങ്ങാതെ നിൽക്കാനുള്ള പ്ലാനിങ്ങാണ്. കാരണം അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരും. ഇവിടെ ഈ ഗോതമ്പ് ഇതൊക്കെ കാണുമ്പോൾ നെല്ല് വല്ലാതെ അങ്ങനെ തിന്നില്ലല്ലോ. അപ്പം ഗോതമ്പും അതിൻ്റെ മിക്സ് ഫുഡൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് ചാടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലോങ് ആയിട്ട് നിന്ന് കേട്ടോ. പതുക്കെ സംസാരിക്കുന്നത് അതാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം എന്താവുന്നു. ആൾ ചട്ടവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളത് കാണുന്ന ഇവിടെയാണ്, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ വെച്ചെടുത്ത ഒരു പ്രാവ് അടിച്ച് പറന്നതിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രാവിൻ്റെ ബാക്ക് കുറുകാണ് കേട്ടോ. പ്രാവ് ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. ഇതാണ് നമ്മളെ മുതലിട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ പ്രാവിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ നമ്മളെ പ്രാവ് അതിൻ്റെ ട്രാപ്പിൻ്റെ അടുത്തേക്ക് നടക്കുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത്ര എടുത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ നീറ്റാ പ്രാവ് പറക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിതാ അവിടെ ട്രാപ്പൊക്കെ വെച്ച് പ്രാവ് നമ്മളെ കൂടിൻ്റെ മേലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്നിട്ട് കാണാനായിട്ട് ഇവിടെ വന്നതാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കേട്ടോ ആ കോർണർ നിൽക്കുന്ന പ്രാവാണ് കേട്ടോ നമ്മളെ പ്രാവ്. നമ്മളപ്പോൾ അവിടെ പാടത്ത് കണ്ടീനെ പ്രാവ് കേട്ടോ. ഇവിടുന്ന് അടിച്ച് പൊന്തി പോവാറിയില്ല. ഞാൻ ഏതായാലും കൂട് തുറന്ന് വെച്ചിട്ട് പ്രാവുകളൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മളെ ആ പ്രാവ് ഇതാട്ടോ ഇവിടെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങുമെന്ന് വിചാരിക്കുക. അതാണ് കേട്ടോ നമ്മളെ പ്രാവ്. ഓക്കെ, ഇവിടെ ഇറങ്ങി കിട്ടിയാൽ കഴിച്ചില്ല. നമ്മൾ ട്രാപ്പും ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ വെറുതാവെങ്കിലും പക്ഷെ നമുക്കെന്ന് വെച്ചാൽ പ്രാവ് ഇവിടെ ഇറങ്ങി കിട്ടാൻ വേണ്ടി. കാരണം ടൂർണമെൻറ്റിൻ്റെ ഒക്കെ ബേസ് ചെയ്ത് പറത്തുമ്പോൾ പ്രാവ് ഇവിടെ ഇറങ്ങാതെ വെക്കാനായിട്ടോ നമ്മൾ ഇതാക്കി. അപ്പോൾ ഒരു പ്രാവ് അതിൻ്റെ കൂട്ട പറന്ന ഒരു പ്രാവ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ പ്രാവ് ഇവിടെ ഇറങ്ങിയെന്ന് വിചാരിക്കണേ, നോക്കട്ടെ. ഇപ്പം നിലവിൽ ഇതാട്ടോ നമ്മളെ പ്രാവ് ഈ നേരെ കൂടിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്, ഷീറ്റിൻ്റെ മുകളിൽ. അപ്പോൾ ഞാനിവിടെ ഫുഡ് കഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒരാഴ്ച ആയിട്ടുണ്ടാവും ഫുഡൊക്കെ കഴിച്ചിട്ട്. കാരണം നെല്ല് മാത്രമല്ല കിട്ടണേ. അപ്പോൾ നമ്മളെ മിക്സ്ഡ് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ വേഗം ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്ത് ചെയ്ത് പിന്നെ മേലെ കുറച്ച് ഫുഡ് വെച്ചെടുത്താണ് കേട്ടോ. പ്രാവ് ഇതാ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രാവിന് ഈ ഓലമലും മറ്റടുത്തൊക്കെ പോയി ചവിട്ടിയിട്ട് പ്രാവ് ഷീറ്റിൻ്റെ മേലൊന്നും ചവിട്ടുറക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ പ്രാവിന് കൈ കിട്ടിയാൽ വിടൂല. പ്രാവിനെ കട്ട് ചെയ്ത് അവിടെ ഇടും. നല്ല പ്രാവാണ്, നല്ല പറവുണ്ട്. മിനിയാന്നൊക്കെ ഒരു 6:15 എണീറ്റ് പറന്നിട്ട് 10 മണീൻ്റെ ഉള്ളിലായിട്ട് പ്രാവ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പ്രാവ് ഇറങ്ങുന്ന പറഞ്ഞാൽ നമ്മളെ കളത്തിലല്ല, എവിടെയും പോയി ഇറങ്ങുകയാണ് കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും കൈ കിട്ടിയിട്ട് കാണിച്ചാൽ. അപ്പോൾ ആൾ നമ്മളെ കമ്പിക്കൂടുമേൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂട്ടിൽ കയറും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം കൂട്ടിൽ കയറി പരിചയമുള്ള പ്രാവായതുകൊണ്ടേ ആ ട്രാപ്പ് ഡോറിലൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. പ്രാവ് കുത്തിപ്പൊറുക്കി തിന്നുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പ്രാവ് എന്തായാലും ആസ്വദിച്ച് കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് പ്രാവിനെ പൊത്തി പിടിക്കുക അല്ലെങ്കിൽ കൂട്ടിലോട്ട് ആക്കുകയോ ചെയ്യുക കേട്ടോ. ഞാൻ നോക്കട്ടെ. ഇപ്പോൾ അവിടെ ഉള്ള 2 പ്രാവുകൾ പറഞ്ഞാൽ പെട്ടെന്ന് പറക്കുന്ന പ്രാവാണ്. നമ്മൾ കൂട്ടിലോട്ട് ആട്ടുമ്പോൾ അതാണ് ഇപ്പോൾ വലിയ സീനുള്ളത്. ഞാൻ നോക്കട്ടെ ഒന്നുകൂടി. ഫൈനലി നമ്മളിതാ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആൾ നമ്മളെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ അവനെ കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ പ്രാവിനെ എപ്പോൾ ഇവിടെ ഇടാൻ പാടില്ല. കാരണം വെച്ചാൽ അമ്പലപ്രാവിൻ്റെ കൂട്ടിലൊക്കെ പോയി വന്നുകൊണ്ട് നമുക്ക് ശേഷം പിന്നെ ക്വാറൻറ്റൈൻ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ചെറിയ വീഡിയോ ആണ്. ഒരു പിന്നെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കളിക്കുന്നൊരു കളി തന്നെയാണ്. പാടത്ത് പോയി ഇരിക്കുക, അവിടെ നിന്ന് പ്രാവിനെ പിടിക്കുക. ഈ ഒരു ഇതൊക്കെ അനുഭവം ഉള്ളവരൊന്ന് പറയട്ടോ. ചെറിയ പ്രായത്തിൽ ഈ ഒരു അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.